ഓം നമോ വെങ്കിടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് പലരും നമ്മുടെ കമൻറ്റ് ബോക്സുകളിലൂടെ ചോദിക്കുന്ന ഒരു ചോദ്യത്തിനായിട്ടുള്ള ഉത്തരമാണ്. അതായത് കുറേ ചോദ്യങ്ങൾ ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച് തന്നെ വരുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളാണ്, അല്ലെങ്കിൽ ഞാൻ അനുഭവിക്കാത്തതായിട്ട് ജീവിതത്തിൽ ഒന്നും തന്നെയില്ല, എൻ്റെ കഷ്ടപ്പാടുകൾ തീർന്നു കിട്ടുമോ, അതിനായിട്ടൊന്ന് പ്രാർത്ഥിക്കാമോ എന്ന് ഒരുപാട് പേർ വളരെ വേദനയോടുകൂടി കമൻ്റ് ഇടുമ്പോൾ നമുക്കത് കാണുമ്പോൾ വളരെയധികം സങ്കടമാണ് തോന്നുന്നത്. കാരണം സങ്കടങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കാത്തതായിട്ട് ആരും തന്നെ ഇല്ല എങ്കിൽ പോലും എത്രമാത്രം മനസ്സ് വേദനിച്ചു കൊണ്ടായിരിക്കണം അവർ അങ്ങനെയുള്ള കമൻറ്റുകൾ ഇടുന്നത്. അവർക്ക് വേണ്ടി നമ്മൾ എത്രമാത്രം പൂജകൾ ചെയ്താലും, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ നമ്മുടെ പൂജകളിൽ ഉൾപ്പെടുത്തിയാൽ പോലും അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ സാധിക്കുന്ന ഒരു ദൈവം എന്നു ഉണ്ടെങ്കിൽ അത് വേറെ ആരും തന്നെയല്ല, സാക്ഷാൽ മുരുക ഭഗവാനാണ്. അതിന് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നോ ഒന്നും തന്നെയില്ല. അവർ തന്നെ മനസ്സിൽ ഭക്തിയോടുകൂടി മുരുക എന്ന് വിളിച്ചാൽ, നിങ്ങൾ എത്ര വലിയ വേദനകളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുണ്ടെങ്കിലും, എത്ര വലിയ സങ്കട കടലിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്നുണ്ടെങ്കിലും, എത്ര വലിയ ദുഃഖങ്ങളാണ് നിങ്ങളുടെ മനസ്സിലുള്ളത് എന്നുണ്ടെങ്കിലും, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കൊണ്ട് വേദനകൾ തിന്നു ജീവിക്കുകയാണ്, എൻ്റെ ജീവിതത്തിൽ ഇനിയെങ്കിലും എനിക്കൊരു മാറ്റം ഉണ്ടാകുമോ, എൻ്റെ ഈ വേദനകൾ മാറ്റിത്തരുമോ ഭഗവാനെ എന്ന് നിങ്ങൾ മനസ്സുരുകി ഉള്ളൊരുകി ചോദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അതിന് നമ്മുടെ മുരുക ഭഗവാൻ നിങ്ങളുടെ മുൻപിൽ ഉത്തരമായിട്ട് വന്നു നിൽക്കുമെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കാം, പക്ഷേ നിങ്ങളും മനസ്സുരുകി മുരുക എന്ന് വിളിക്കൂ. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, എന്ത് വഴിപാടാണ് നമ്മൾ അതിനു വേണ്ടി ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് മന്ത്രമാണ് ചൊല്ലേണ്ടത്, ഒരുപാട് നാമങ്ങൾ, ഒരുപാട് മന്ത്രജപങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഞാൻ മുരുക ഭഗവാനെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പ്രധാനമായിട്ടും ഞാൻ എപ്പോഴും പറയുന്ന ഒന്നാണ് വേൽമാറൽ തിരുപ്പുകൾ. ഒരു മനുഷ്യൻ്റെ, അല്ലെങ്കിൽ നമ്മളൊരു മനുഷ്യനായി പിറന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മരണത്തിന് മുന്നേ നമ്മൾ ചൊല്ലേണ്ട മന്ത്രജപങ്ങളിൽ ഒന്നാണ് വേൽമാറൽ മഹാമന്ത്രവും തിരുപ്പുകൾ മഹാമന്ത്രവും. തിരുപ്പുകൾ എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ എണ്ണം മാത്രമല്ല, 16,000-ൽ കൂടുതൽ തിരുപ്പുകളുണ്ട്. അതിൽ 1600 സ്വച്ഛം മാത്രമേ ഇപ്പോൾ നമ്മുടെ കൈവശമുള്ളൂ. അതെല്ലാം ഒരു വശം ഇരിക്കട്ടെ, എല്ലാ തിരുപ്പുകളും നമുക്ക് ചൊല്ലാൻ സാധിക്കുമോ? ഇല്ല. ഒരുപാട് തിരുപ്പുകളെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ചൊല്ലാം. ഇനി അഥവാ അത് ചൊല്ലാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ വേൽമാറൽ മഹാമന്ത്രം ജപിക്കാം. വേൽമാറലിനെ കുറിച്ച് ഞാൻ എത്രയോ വീഡിയോകൾ ഇട്ടിട്ടുണ്ട്, വരികൾ ഉൾപ്പെടെ ഞാൻ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. വേൽമാറൽ എന്ന് പറയുന്നത്, ഈ മാറൽ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ എന്താണ് അർത്ഥമാക്കുന്നത് എന്നാൽ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുക എന്നുള്ളതാണ്. വള്ളിമലൈ സച്ചിദാനന്ദ സ്വാമികളാണ് വേൽമാറൽ നമുക്ക് ഇതുപോലെ നമ്മുടെ മുൻപിലേക്ക് എത്തിച്ചത് എന്ന് ഞാൻ പല വീഡിയോകളിലും പറഞ്ഞ കാര്യമാണ്. വള്ളിമലൈ സച്ചിദാനന്ദ സ്വാമികൾ അന്തിയൂർ എന്ന ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന അർദ്ധനാരി എന്നു പേരുകൊണ്ടൊരു ഭക്തനായിരുന്നു. മുരുക ഭക്തൻ തന്നെയാണ്. വളരെയധികം എപ്പോഴും സർവ്വസദാസമയം മുരുക 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 എന്ന് വിളിക്കും. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വഴിയില്ലാതെ ഇരുന്ന ഒരു മുരുക ഭക്തൻ തന്നെയാണ് വള്ളിമലൈ സ്വാമി എന്ന് പറയുന്നത്. ഭക്ഷണത്തിനു വേണ്ടി ജോലി ചെയ്താൽ മാത്രമേ ഭക്ഷണം കിട്ടുകയുള്ളൂ, കുടുംബത്തിനെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന കാരണം കൊണ്ട് തമിഴ്നാട് കോയമ്പത്തൂരിലുള്ള സത്യമംഗലത്തിലേക്ക് ജോലിക്കായിട്ട് വന്നു. അവിടെ നിന്ന് കുറേ കാളവണ്ടികളിൽ നിന്ന് അവർ എല്ലാവരും തന്നെ മൈസൂർ മഹാരാജാവിൻ്റെ തോട്ടത്തിലേക്ക് പോകുന്നു. കാരണം മൈസൂർ മഹാരാജാവിൻ്റെ ആ ഒരു കൊട്ടാരത്തിൽ എപ്പോഴും അടുപ്പുകൾ പുകഞ്ഞുകൊണ്ടിരിക്കും. അതിൽ വരുന്ന ആ ചാരമെല്ലാം എടുത്ത് കൃഷിക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ആ ചാരം വാരിക്കൊട്ടുവാൻ വേണ്ടി സത്യമംഗലത്തിൽ നിന്നും കാളവണ്ടിയിൽ നേരെ മൈസൂരിലേക്ക് പോയി. അവിടെ പോയി ജോലിയെടുത്ത് സമ്പാദിച്ച് തൻ്റെ കുടുംബത്തെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, എങ്ങനെയെങ്കിലും കരകയറ്റണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് പോകുന്നത്. പക്ഷേ സാധാരണ മുരുക ഭക്തരാണെങ്കിലും ശിവഭക്തരാണെങ്കിലും അവർക്കൊരു ശീലമുണ്ട്. എവിടെ ചെന്നാലും ചാരമാണെങ്കിൽ പോലും നമ്മളതിന് പെട്ടെന്ന് എന്ത് ചെയ്യും, ആ എടുത്ത് നെറ്റിയിലിടും. കാരണം അത് ഭസ്മമായി കാണും. അങ്ങനെ ആ ജോലിക്ക് ചേർന്നതിന് ശേഷം ദിവസവും ആ ജോലി തുടങ്ങുന്നതിന് മുന്നേ ആ ചാരം തന്നെ എടുത്ത് മുരുക എന്ന് പറഞ്ഞ് തിരുനെറ്റിയിൽ അണിയുന്ന ഒരു ശീലം നമ്മുടെ അർദ്ധനാരിക്കുണ്ടായിരുന്നു. എപ്പോഴും മുരുക 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എല്ലാ സമയത്തും ആരെന്ത് ചോദ്യങ്ങൾ ചോദിച്ചാലും ആ ചോദ്യം അവസാനിപ്പിക്കൽ മുരുക, ആ ചോദ്യം തുടങ്ങുമ്പോൾ മുരുക എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ
സദാസമയവും മുരുക ഭഗവാനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന അർദ്ധനാരീശ്വരൻ്റെ മുൻപിൽ മുരുക ഭഗവാൻ വരാതിരിക്കുമോ? ഇല്ല. കാരണം കരുണൈ കടലെ കന്താ പോട്രി എന്ന് പറയുന്നത് പോലെ കരുണൈ ഉള്ളം കൊണ്ട ഭഗവാനാണ് നമ്മുടെ മുരുക ഭഗവാൻ. അങ്ങനെ ഒരു ദിവസം പണിക്കിടിയിൽ ആ ചാരമെടുത്ത് ഭസ്മമായിട്ട് മനസ്സിൽ കരുതിക്കൊണ്ട് മുരുക എന്ന് പറഞ്ഞ് തിരുനെറ്റിയിൽ അണിയുന്ന സമയത്ത് അവിടെ ജോലി ചെയ്തിരുന്ന, അതായത് ആ കൊട്ടാരത്തിലെ ഏറ്റവും മുഖ്യനായ പാചകം ചെയ്യുന്ന പാചകപ്പുരയിലൊരു മുഖ്യനായ ഒരാൾ വന്ന് എന്താണ് ഭക്ഷണം വേണോ എന്ന് ചോദിക്കുന്നു. ശരിക്കും അദ്ദേഹത്തിന് വിശക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ വിശപ്പ് മറ്റുള്ളവരോട് പങ്കുവയ്ക്കുവാൻ അർദ്ധനാരിക്ക് സാധിച്ചില്ല. കാരണം താൻ പട്ടിണി കിടന്നാലും തൻ്റെ കുടുംബത്തിന് വേണ്ടി സമ്പാദിക്കണമെന്നുള്ള ആ ഒരു ഉദ്ദേശം മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. വിശക്കുന്നോ എന്ന് അവർ ചോദിച്ച സമയത്ത് അതേ എന്ന് പറഞ്ഞു. രാജാവിന് കൊടുത്ത ആ ഭക്ഷണത്തിന്, രാജാവിൻ്റെ ഭക്ഷണം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒന്ന് ഊഹിക്കാം, വിഭവ സമൃദ്ധമായ ഒരു സദ്യ, പായസത്തോടുകൂടി ആ ഒരു സദ്യയുടെ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അതെല്ലാം നമ്മുടെ അർദ്ധനാരിക്ക് കൊടുത്തു. ഇനിമേൽ നിങ്ങൾ എനിക്ക് സഹായിയായി ഇവിടെ കൂടിക്കൊള്ളൂ എന്ന് പാചകപ്പുരയിലെ മുഖ്യൻ പറയുകയും ചെയ്തു. സന്തോഷം. കാരണം 1 രൂപയെങ്കിലും 1 രൂപ നമുക്ക് ശമ്പള വർധനവ് കിട്ടുമല്ലോ എന്നോർത്ത് ആ ജോലി ചെയ്യുവാൻ തുടങ്ങി. സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ അരിയുകയാണെങ്കിലും പാചകം ചെയ്യുമ്പോൾ സഹായിക്കുകയാണെങ്കിലും മുരുക 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 മുരുക, എല്ലാ സമയത്തും മുരുക എന്ന് വിളിക്കും. ഒരു ദിവസം പ്രധാനിയായ പാചകക്കാരന് സുഖമില്ലാതിരിക്കുന്നു. ആ ഒരു സാഹചര്യം ഉണ്ടാവുകയും നമ്മുടെ അർദ്ധനാരിയോട് പാചകം ചെയ്യുവാൻ പറയുകയും ചെയ്തു. ആ പാചകം ചെയ്ത എല്ലാ വിഭവങ്ങളും കൊണ്ടുപോയി രാജാവിന് ഉച്ചനേരത്തെ ഭക്ഷണവും കൊടുത്തു. ഉച്ചനേരത്തെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന രാജാവ് ഇതാരാ ഉണ്ടാക്കിയത്, അവരെ വിളിച്ചു കൊണ്ടുവരുമെന്ന് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു. കാരണം അവർക്കറിയാം ദിവസവും കഴിക്കുന്ന ടേസ്റ്റും അല്ലാത്ത ഒരു ദിവസം മാറുമ്പോഴുണ്ടാവുന്ന ആ ഒരു വ്യത്യാസം. അങ്ങനെ അർദ്ധനാരി പേടിച്ചുകൊണ്ട് വരികയാണ്. അയ്യോ, രാജാവിൻ്റെ മുൻവശത്തേക്കാണ് എന്നെ കൊണ്ടുപോകുന്നത്. ഞാൻ ചെയ്തതിൽ എന്താണ്, ഉപ്പ് കൂടിയോ, എരിവ് കൂടിയോ, പുളിപ്പ് കൂടിയോ, എന്താണോ ഏതാണോ എനിക്കൊന്നും അറിയുന്നില്ലല്ലോ. മുരുക എന്നോടൊപ്പം ഉണ്ടാകണേ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് രാജാവിൻ്റെ മുൻപിലേക്ക് പോയി. രാജാവ് ചോദിച്ചു, നിങ്ങൾ ആരാണ് എന്ന്. അപ്പോൾ പറഞ്ഞു, ഞാൻ അന്തിയൂരിൽ നിന്നും ചാരം വാരുവാനായിട്ട് വന്നതാണ്. എനിക്ക് പാചകപ്പുരയിൽ ജോലി തന്നു. ഇന്ന് അവർക്ക് സുഖമില്ലാത്തതിനാൽ എനിക്ക് പാചകം ചെയ്യേണ്ടി വന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ട ഉടൻ അന്തിയൂരിൽ നിന്ന് വന്നതാണോ എന്ന് ചോദിച്ചപ്പോൾ ഉടൻ തന്നെ പ്രധാനിയായ പാചകക്കാരൻ പറഞ്ഞു, ക്ഷമിക്കണം രാജാവേ, എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. അവർ എപ്പോഴും മുരുക മുരുക എന്ന് വിളിച്ചുകൊണ്ട് പാചകം ചെയ്യുന്നതിനിടയിൽ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടാകുമെന്ന് പറഞ്ഞു. ഉടൻ തന്നെ രാജാവ് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിൽക്കേണ്ട ആളല്ല, നിങ്ങൾ ഇവിടെ നിന്ന് പോവുക, നിങ്ങൾക്ക് ഒരുപാട് പണികൾ ബാക്കിയുണ്ട് എന്ന് പറഞ്ഞ് കുറേ പൊന്നും പണവും കൊടുത്ത് മൈസൂർ മഹാരാജാവ് നമ്മുടെ അർദ്ധനാരിയെ തിരിച്ച് നാട്ടിലേക്ക് തന്നെ അയച്ചു. ഈ വർഷങ്ങൾ ജോലി ചെയ്ത് റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് വരുന്ന ഒരു വ്യക്തിയുടെ മനസ്സിൽ എപ്പോഴും സങ്കടങ്ങൾ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. പക്ഷെ അവർക്ക് നിറയെ പണം ഉണ്ടാകും. 50 ലക്ഷം, അതുപോലെ 20 ലക്ഷം, 30 ലക്ഷം എന്നിങ്ങനെ പണങ്ങൾ ഉണ്ടാകും, റിട്ടയർമെൻറ്റ് എമൗണ്ട് ഉണ്ടാകും. പക്ഷെ അവർക്കൊരു സന്തോഷം ഉണ്ടാവില്ല. കാരണം ജോലി പോയി. ഈ പണം വെച്ച് നമുക്ക് എത്ര കാലം ജീവിക്കാൻ പറ്റുമെന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാവില്ല. അതുപോലെയുള്ളൊരു സാഹചര്യമാണ് നമ്മുടെ അർദ്ധനാരിക്ക് ഉണ്ടായത്. അവരെന്തു ചെയ്തു, ഞാൻ എന്തു ചെയ്യും, ഈ പണമുണ്ട്, പക്ഷേ നിത്യേന പാടുപെട്ടെങ്കിൽ മാത്രമേ എൻ്റെ കുടുംബത്തെ എനിക്ക് നോക്കി നടത്തുവാൻ സാധിക്കുകയുള്ളൂ എന്ന ചിന്തയോടുകൂടി വീട്ടിലേക്ക് വന്ന് അന്ന് രാത്രി ഉറങ്ങുന്ന സമയത്ത് മുരുക ഭഗവാൻ എങ്ങനെയാണോ അരുണഗിരിനാഥർ സ്വാമിയുടെ മുന്നിൽ പോയി നിന്നത്, അതേപോലെ ഒന്നും പറഞ്ഞില്ല, അർദ്ധനാരി വള്ളിമലയ്ക്ക് വരൂ എന്ന് പറഞ്ഞ് മാഞ്ഞുപോയി. മുരുക ഭഗവാൻ അതൊരു പ്രത്യേകതയാണ്. നമ്മൾ ഏത് ക്ഷേത്രത്തിൽ പോകണം, നമ്മൾ മുരുക ഭഗവാനെ എവിടെ ചെന്ന് കാണണം, നമുക്ക് എപ്പോഴാണ് നമ്മുടെ ജീവിതം മാറി മറിയുന്നത് എന്ന് ഒരിക്കലും നമ്മൾ തീരുമാനിക്കാൻ പറ്റില്ല. എന്താണ്, ഭഗവാൻ തന്നെ നമുക്ക് വഴികാട്ടിയായിട്ട് വരും, സ്വപ്ന ദർശനം തരും. എന്ത് നമ്മൾ ചൊല്ലിയാൽ, വേൽമാറൽ ചൊല്ലിയാൽ, അതിൻ്റെ കഥയാണ് ഞാൻ ഇവിടെ പറയുന്നത്. വള്ളിമല എന്ന് പറഞ്ഞ ഉടൻ തന്നെ നമ്മുടെ അർദ്ധനാരി ഉണർന്നെഴുന്നേറ്റ്, എനിക്ക് ഈ കോയമ്പത്തൂരും അന്തിയൂരും അല്ലാതെ വേറെ എവിടെയും അറിയില്ല, ഞാൻ എവിടെ പോയി വള്ളിമല കേൾക്കും? അന്നത്തെ കാലത്ത് ഇതുപോലെ ഗൂഗിൾ മാപ്പൊന്നും ഇല്ലല്ലോ, ഫോണില്ല, ആരോടും ചോദിക്കാൻ പറ്റില്ല, എന്തു ചെയ്യുമെന്ന് അറിയില്ല. ശരി, രാവിലെ എഴുന്നേറ്റ് നേരെ സത്യമംഗലത്തുള്ള ഭവാനി നദിയിലേക്ക്, അതായത് ഈ റോഡും സത്യമംഗലം, അവിടെ കുളിക്കാനായിട്ട് വന്നിരിക്കുന്ന സമയത്ത് അവിടെ കുറേ പേർ കാവടിയെടുത്ത് ഭഗവാന്റെ ശരണം ഘോഷങ്ങൾ വിളിക്കുന്നത് കേട്ടു. അവരോട് ചോദിച്ചു, എവിടേക്കാണ് ഈ കാവടി കൊണ്ടുപോകുന്നത്? അവർ പറഞ്ഞു, ഞങ്ങൾ വള്ളിമലയിലേക്കാണ് പോകുന്നത് എന്ന്. ഇപ്പോൾ മനസ്സിലായില്ലേ, മുരുക ഭഗവാൻ കാര്യകാരണമില്ലാതെ സ്വപ്നദർശനം കൊടുത്ത് അങ്ങോട്ട് വരൂ എന്ന് പറയില്ല. അവരോടൊപ്പം തന്നെ അർദ്ധനാരിയും കൂടി നേരെ വള്ളിമലയിലേക്ക് പോയി. വള്ളിമല എന്ന് പറയുമ്പോൾ വള്ളിദേവി വളർന്ന സ്ഥലം, വള്ളിദേവി ജനിച്ച സ്ഥലം, മുരുക ഭഗവാനും വള്ളിയമ്മയും വിവാഹം കഴിച്ച സ്ഥലം, ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്.
അവിടെ എത്തിച്ചേരുവാൻ സാധിച്ചു. അവിടെ എത്തിച്ചേർന്ന് ഭഗവാനെ ദർശനം ചെയ്യണം എന്ന ആഗ്രഹത്തോടു കൂടി ഇങ്ങനെ ആ പടിക്കെട്ടുകളിൽ ഇരിക്കുന്ന സമയത്ത് വീണ്ടും ഭഗവത് ദർശനം കിട്ടാൻ സാധിച്ചു. അവർ പറഞ്ഞു, മഹാരാജാവ്, അതായത് മൈസൂർ മഹാരാജാവ് തന്ന പണത്തിൽ നിന്നും ഇവിടത്തെ കെട്ടിടപ്പണികൾ തുടങ്ങുക എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മാഞ്ഞു. അന്ന് അവിടെ നിന്ന് തുടങ്ങിയതാണ് അർദ്ധനാരിയുടെ പേര് വള്ളിമലൈ ശ്രീ സച്ചിദാനന്ദ സ്വാമികൾ എന്നുള്ള പേരായി മാറിയത്. കാരണം സർവ്വസദാസമയം മുരുക ഭഗവാനെ ധ്യാനിച്ചതുകൊണ്ട്, മുരുക ഭഗവാന്റെ തിരുനാമം ജപിച്ചതുകൊണ്ട് കിട്ടിയ ഒരു പേര് ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്നു. എല്ലാവരും അറിയും. വേൽമാറൽ മഹാമന്ത്രം അറിയാത്തതായിട്ട് കുഞ്ഞു കുട്ടികൾക്ക് പോലും വേൽമാറൽ മഹാമന്ത്രം അറിയും. അങ്ങനെ അറിയാത്തതായിട്ട് ആരും തന്നെയില്ല. അവർക്കെല്ലാവർക്കും ഇന്ന് ഗുരുവായിട്ട് വിളങ്ങി നിൽക്കുന്നത് സച്ചിദാനന്ദ സ്വാമി തന്നെയാണ്. സച്ചിദാനന്ദ സ്വാമിയെ ഇന്ന് ലോകം മുഴുവൻ അറിയിക്കാൻ ഇടയായത് മുരുക ഭഗവാൻ തന്നെയാണ്. അങ്ങനെ ആ പണികൾ തുടർന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇടയിൽ ഒരു സാഹചര്യത്തിൽ ആ പടിക്കെട്ടുകൾ കെട്ടുവാൻ പൂർത്തിയാക്കുവാൻ സാധിച്ചില്ല. അതിനുശേഷം, അതായത് വള്ളിമലൈ സച്ചിദാനന്ദ സ്വാമി അവിടെ ഇരുന്ന് ആ പണികൾ തുടങ്ങിയതിനു ശേഷം 100 വർഷത്തിന് ശേഷം നമ്മുടെ കൃപാനന്ദ വാര്യർ സ്വാമികൾ, ഇപ്പോൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിലും കൂടെ കൃപാനന്ദ വാര്യർ സ്വാമിയുടെ പടം ഇട്ടിരുന്നു, അവർ നേരെ വള്ളിമലയിലേക്ക് പോയി കുറച്ച് നേരം അവിടെ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഈ ഊശിവാശിയൊക്കെ വിൽക്കുന്ന പെൺകുട്ടികളുണ്ടാവും. അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടാകും. ഈ പഴനിയിലേക്ക് പോകുമ്പോൾ അതുപോലെ ബസ് സ്റ്റോപ്പുകളിലെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടാകും. ചെറിയ ചെറിയ പാശികൾ, മലക്കുറുത്തികൾ എന്നെല്ലാം പറയും. അതുപോലെ ഒരു കുട്ടി ചോദിച്ചു, ഹേയ് സ്വാമി എന്നാണ് വിളിച്ചത്. ഹേയ് എന്ന് വിളിക്കുമ്പോൾ അവിടെ മനസ്സിലാക്കാമല്ലോ, ആരാ എന്നെ ഹേയ് സ്വാമി എന്ന് വിളിക്കുന്നത്? ഒരു പെൺകുട്ടി, സാധാരണ ഒരു കുട്ടി എന്നെ സ്വാമി, ഹേയ് സ്വാമി എന്ന് വിളിക്കുന്നല്ലോ എന്ന് പറഞ്ഞ് നമ്മുടെ കൃപാനന്ദ വാര്യർ സ്വാമികൾ ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നല്ല ലക്ഷണമൊത്ത ഒരു കുഞ്ഞു പെൺകുട്ടി നിൽക്കുന്നു. പാവാടയും ബ്ലൗസും എല്ലാം ഇട്ട് കുറേ മണിമാലകളെല്ലാം കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. ജ്ഞാനികളുടെയും സിദ്ധന്മാരുടെയും യോഗികളുടെയും കയ്യിൽ എപ്പോഴും ഭസ്മമുണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ വാര്യർ സ്വാമിയുടെ കൈകളിലും ഭസ്മമുണ്ടായിരുന്നു. ഇത് പിടിച്ചു നിൽക്കുമ്പോഴാണ് ഈ പെൺകുട്ടി വിളിക്കുന്നതും തിരിഞ്ഞു നോക്കുന്നതും. ഒരു പക്ഷേ പണത്തിന് വേണ്ടി ആയിരിക്കാം ഈ കുട്ടി വിളിക്കുന്നത് എന്ന് കരുതി വേഗം കയ്യിലുണ്ടായിരുന്ന 5 രൂപ നാണയത്തൊട്ടെടുത്ത് ഈ കുട്ടിയുടെ കൈ നേരെ നീട്ടി. അപ്പോൾ ഈ കുട്ടി പറഞ്ഞു, 5 രൂപ വേണ്ട, പഞ്ചാക്ഷരം മതി എന്ന്. പഞ്ചാക്ഷരം എന്ന് പറഞ്ഞപ്പോൾ തന്നെ വാര്യർ സ്വാമിക്ക് ഒരു നെട്ടലാണ് ഉണ്ടായത്. പഞ്ചാക്ഷരം എന്ന് പറയുമ്പോൾ അത് ആരാണ്? ശിവഭഗവാൻ അല്ലേ? നമ്മുടെ സാക്ഷാൽ മുരുക ഭഗവാന്റെ പിതാവായ ശിവഭഗവാന്റെ തിരുനാമത്തെയാണ് നമ്മൾ പഞ്ചാക്ഷര മന്ത്രമായിട്ട് ജപിക്കുന്നത്. ഇനിയൊരു കാര്യം കൂടി പറയാം. യോഗികളും സിദ്ധന്മാരും എല്ലാവരും ഭസ്മത്തെ പഞ്ചാക്ഷരം എന്നുള്ള മറുപേര് വിളിക്കുന്നുണ്ട് എന്ന്. അതായത് തൻ്റെ കയ്യിലുള്ള ഭസ്മത്തെയാണ് ആ പെൺകുട്ടി ചോദിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ വാര്യർ സ്വാമി ചോദിച്ചു, ഇത് സാധാരണ പെൺകുട്ടിയല്ല, ഇതൊരു ദൈവിക കുട്ടിയാണ് എന്ന് മനസ്സിലാക്കി. അങ്ങനെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഭസ്മത്തെ കൊടുത്തു. ഇനിയൊരു കാര്യമുണ്ട്, പലരും ചോദിക്കും, മുരുക ഭഗവാന്റെ കഥകൾ പറയുന്ന സമയത്ത് എപ്പോഴും ശിവഭഗവാൻ വരുന്നുണ്ടല്ലോ എന്ന് പലർക്കും സംശയമുണ്ടാകാം. പക്ഷെ ഞാനൊരു കാര്യം പറയാം, നമ്മുടെ 2 കണ്ണുകളും, ഒരു കണ്ണടച്ചാൽ പോലും നമുക്ക് കാണുവാൻ സാധിക്കും. എങ്കിൽ പോലും 2 കണ്ണുകളുടെയും ആ ഒരു കാഴ്ചശക്തി എന്ന് പറയുന്നത് അതീതമാണ്. ഒരു കണ്ണിൻ്റെ കാഴ്ച മാത്രമുള്ളവരോട് പോയി ചോദിക്കണം അവരുടെ വേദനകൾ എന്താണ് എന്ന്. അതുപോലെ തന്നെയാണ് ഞാൻ പറയുന്നത്, 2 കണ്ണുകളുടെയും കാഴ്ചകൾ പരിപൂർണമായും നമ്മളിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ശക്തി അതീതമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ മുരുക ഭഗവാനും ശിവഭഗവാനും വിചാരിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. മുരുക ഭഗവാനെ പ്രാർത്ഥിക്കുന്നവർ ശിവഭഗവാനെ തൊഴുതണം, ശിവഭഗവാനെ തൊഴുതുന്നവർ മുരുക ഭഗവാനെ പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യം വേറൊന്നും കൊണ്ടല്ല, അച്ഛനും മകനും വേറെ അല്ല എന്നുള്ളതാണ് ഈ ലോകതത്വം തന്നെ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ശിവഭഗവാൻ വേറെയല്ല, മുരുക ഭഗവാൻ വേറെയല്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വന്നത്, ഈ ഭസ്മം അല്ലെങ്കിൽ പഞ്ചാക്ഷരം എന്ന് വാര്യർ സ്വാമി പറഞ്ഞത് ശിവഭഗവാനെ തന്നെയാണ്. അങ്ങനെ ആ പെൺകുട്ടിക്ക് ഭസ്മം കൊടുക്കുകയും നേരെ സന്നിധിയിലേക്ക് ചെല്ലുകയും ചെയ്തു വാര്യർ സ്വാമി. അവിടെ ചെന്ന് നോക്കുമ്പോൾ തൻ്റെ മുൻപിൽ ഒരു പെൺകുട്ടി ഏത് രൂപേണ വന്ന് നിന്നു, ആ മലക്കുറത്തിയായി വന്ന് നിന്ന ആ രൂപം തന്നെയാണ് ഇപ്പോൾ അവിടെ പ്രഹാരത്തിലുള്ളതും എന്ന് കണ്ട് ഞെട്ടിപ്പോവുകയാണ് ചെയ്തത്. അയ്യോ, എനിക്ക് തെറ്റുപറ്റിപ്പോയല്ലോ എന്ന് വാര്യർ സ്വാമി മനമൊരുക്കി മാപ്പപേക്ഷിച്ചു വള്ളിയമ്മയോട്. അതിനുശേഷം നമ്മൾ അവിടുത്തെ പണികൾ ഏറ്റെടുത്ത് ചെയ്യാമെന്ന് ഏൽക്കുകയും അവിടെ നടപ്പാത വഴിയുടെ സൈഡിലൊരു വലിയ ഗുഹയുണ്ടായിരുന്നു. ആ ഗുഹയുടെ കല്ല് അവിടെ നിന്ന് മാറ്റി അത് പുതുക്കാമെന്ന് കരുതി നോക്കുന്ന സമയത്ത് അതിങ്ങനെ മാറ്റിയ ഉടനെ തന്നെ വളരെ തേജസ്സായിട്ടുള്ളൊരു പ്രകാശം ആ ഗുഹയുടെ പുറത്തേക്ക് വന്നു. വാര്യർ സ്വാമി എത്തി നോക്കുന്ന സമയത്ത് വെളുത്ത നിറത്തിൽ താടികളോടുകൂടി തേജസ്സോടുകൂടി ഒരു സ്വാമി ഇരുന്ന് ധ്യാനം ചെയ്യുന്നു.
ആ കാഴ്ച കണ്ട നമ്മുടെ വാരിയാർ സ്വാമി ഞെട്ടിപ്പോയി. ഉടൻ തന്നെ അതിൻ്റെ ആ പ്രകാശം തൻ്റെ കണ്ണുകളിലേക്ക് വന്ന് പതിക്കുന്നത് താങ്ങാൻ സാധിക്കാതെ ആ ഗുഹയുടെ വാതിൽ അടച്ചു എന്നാണ് പറയുന്നത്. ഇന്നും വള്ളിമലയിൽ ആ ഗുഹയുണ്ട്. അത് ഇപ്പോഴും പറയുന്നത് വള്ളിമലയിൽ സച്ചിദാനന്ദ സ്വാമിയാണ് എന്നോ അല്ലെങ്കിൽ അരുണഗിരിനാഥരാണോ എന്നൊന്നും അറിയില്ല എന്നുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. സാധാരണ ഒരു വീട്ടിൽ ജനിച്ച് പാചകപ്പുരയിൽ ജോലി ചെയ്തിരുന്ന ഒരു അർദ്ധനാരി എന്ന് പറയുന്ന ഒരാളെ ജീവിതത്തിൽ കൊടുമുടിയിലേക്ക് കൊണ്ടെത്തിക്കുവാൻ സാധിച്ചത് മുരുകഭഗവാൻ അല്ലാതെ വേറെ ആരെ കൊണ്ട് സാധിക്കാം? അരുണഗിരിനാഥർ സ്വാമികളുടെ കഥ നമുക്കെല്ലാവർക്കും അറിയാം. ജീവിതമേ വേണ്ട എന്ന് കരുതി മരണത്തെ സ്വീകരിക്കുവാൻ പോയവരെ ജീവിതം ഇതല്ല എന്ന് പറഞ്ഞ് ഇന്നും ഒരു കിളിയുടെ രൂപത്തിൽ പഴനി ആണ്ടവരുടെ തോളത്തിരുത്തി നോക്കുന്നത്, തൻ്റെ ഭക്തനെ തൻ്റെ തോളത്ത് വെച്ച് നോക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കും മുരുകഭഗവാന്റെ കരുണ എത്ര വലുതാണ് എന്നുള്ള കാര്യം. അരുണഗിരിനാഥർ സ്വാമിക്ക് മാത്രമാണോ? അല്ലല്ലോ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ശൂരപത്മാസുരനും ഇത് തന്നെയല്ലേ. യുദ്ധം ചെയ്ത് വിജയിക്കണമെന്ന ചിന്തയോടുകൂടി വന്നവർക്ക് തൻ്റെ വിശ്വരൂപം കാണിച്ചു കൊടുത്തു നമ്മുടെ മുരുകഭഗവാൻ. അതുമാത്രമാണോ അനുഗ്രഹമായിട്ട് കൊടുത്തത്? അല്ല. തൻ്റെ കൂടെ തന്നെ വേലും മയിലുമായിട്ട് ശൂരപത്മാസുരനെ ഇപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ മുരുകഭഗവാന്റെ നേരായിട്ടുള്ള ശിഷ്യൻ എന്ന് പറയുന്നത് അഗസ്ത്യ മഹർഷിയാണ്. അഗസ്ത്യ മഹർഷി മുരുകഭഗവാൻ പറഞ്ഞ് ആദ്യമായിട്ട് വേൽ വഴിപാട് ചെയ്തത് അഗസ്ത്യ മഹർഷിയാണ് എന്നാണ് പറയുന്നത്. അതുമാത്രമാണോ? വേൽപൂജ നമ്മളെല്ലാവർക്കും ഇന്നറിയും. വേൽ വഴിപാട്, വേൽമാറൽ മഹാമന്ത്രമെല്ലാം ഇന്ന് നമ്മളെല്ലാവരും ചെയ്യുന്ന ഈ വേൽ വഴിപാട് എന്ന് പറയുന്നത്, വേൽമാറൽ മഹാമന്ത്രം വള്ളിമല സച്ചിദാനന്ദ സ്വാമി പറഞ്ഞ് നമ്മൾ ചൊല്ലുന്നുണ്ടെങ്കിൽ പോലും വേൽ വഴിപാട്, വേൽ അഭിഷേകം എന്നുള്ളതെല്ലാം നമുക്ക് അഗസ്ത്യ മഹർഷിയിലൂടെ വന്ന ഒന്നാണ്. മുരുകഭഗവാൻ പറഞ്ഞതാണ്, എപ്പോഴും ഞാൻ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഭഗവാനെ, ഞാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് പൂജകളും വഴിപാടുകളും ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ മുരുകഭഗവാൻ അഗസ്ത്യ മഹർഷിയോട് പറഞ്ഞ ഒന്നാണ്, എനിക്ക് പകരം വേൽ വെച്ച് വഴിപാട് ചെയ്യൂ എന്നുള്ള കാര്യം. ഞാനിപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് പറയാനുണ്ടായ കാരണം നമ്മുടെ വള്ളിമല സച്ചിദാനന്ദ സ്വാമി നമുക്ക് അനുഗ്രഹിച്ച വേൽമാറൽ മഹാമന്ത്രം, അതിലൊരു വരികളുണ്ട്. പരുത്ത മുലൈ സിരുത്ത ഇടை വെളുത്തനകൈ കറുത്ത കുഴൽ സിവത്ത ഇതൾ മരച്ചിരിമി വിഴിക്കു നികർ ആകും എന്നുള്ള വരികൾ. ഈ ഒരു നിങ്ങൾക്ക് വേൽമാറൽ മുഴുവനായി ചൊല്ലാൻ സാധിച്ചില്ലെങ്കിലും ഇത് മാത്രം സർവ്വസദാസമയവും എണ്ണം കണക്കിലാക്കേണ്ട കാര്യമില്ല, സമയം കണക്കിലാക്കേണ്ട കാര്യമില്ല, നേരം കണക്കിലാക്കേണ്ട കാര്യമില്ല, ഒന്നും നോക്കേണ്ട. സർവ്വസദാസമയം വേദനയാണോ, കഷ്ടമാണോ, ദുഃഖമാണോ, ദുരിതമാണോ, സങ്കടമാണോ ആരോട് പോയി പറയും എൻ്റെ വിഷമങ്ങളെന്ന് നിങ്ങൾക്ക് മനസ്സിൽ തോന്നിക്കൊണ്ടേയിരിക്കുന്നുണ്ടോ? ആരോടും നിങ്ങൾ പങ്കുവെക്കേണ്ട. നേരെ പൂജാമുറിയിൽ പോവുക, ഒരു ദീപം തെളിയിക്കുക, കുറേ നേരം മുരുകഭഗവാനെ നോക്കി നിൽക്കുക, രണ്ടിട്ട് കണ്ണീര് വിടുക. അതിനുശേഷം നിങ്ങൾ കറുത്ത മുല സിരുത്ത ഇടை വെളുത്തനകൈ കറുത്ത കുഴൽ സിവത്ത ഇതൾ മരച്ചിരിമി വിഴിക്കുനികരാകും. അതിനുശേഷം പറയാം, തിരുത്തണിയിൽ ഉദിത്തരുളും ഒരുത്തൻ മല വിരുത്തൻ എന്ന തുളത്തിൽ ഒരു കറുത്തൻ മയിൽ നടത്തു ഗുഹൻ വേലേ എന്നുള്ളത്. അങ്ങനെ നിങ്ങൾ ചൊല്ലി നോക്കൂ. ഈ പാട്ട് 48 ദിവസം നിങ്ങൾ ജപിച്ചുകൊണ്ടിരിക്കൂ. എഴുതാൻ സാധിക്കുമെങ്കിൽ എഴുതിക്കൊണ്ടിരിക്കൂ, പറയാൻ സാധിക്കുമെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കൂ. ഇതിലൂടെ നിങ്ങളുടെ കഷ്ടപ്പാടുകൾ മാറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ വന്ന് താഴെ കമൻറ്റ് ചെയ്യൂ. നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ വേൽമാറൽ ചൊല്ലാൻ തുടങ്ങി, തിരുപ്പുകഴ ചൊല്ലാൻ തുടങ്ങി, പക്ഷേ എൻ്റെ സങ്കടങ്ങളും ദുഃഖങ്ങളൊന്നും മാറുന്നില്ല എന്ന് നിങ്ങൾ കേൾക്കുന്നവരിൽ ആരെങ്കിലും ഒരാളെങ്കിലും കമൻറ്റ് ചെയ്താൽ ഞാൻ വീഡിയോകൾ തുടരുന്നത് നിർത്താം. കാരണം ഉറപ്പായിട്ടും ഞാൻ പറയുന്ന ഒന്നാണ്, ജീവിതത്തെ മാറ്റിമറിക്കുവാൻ സാധിക്കുന്ന ഒരു മഹാമന്ത്രം എന്ന് പറയുന്നത് വേൽമാറൽ മഹാമന്ത്രം തന്നെയാണ്. എപ്പോൾ തുടങ്ങണമെന്നെല്ലാം ഞാൻ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്. പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ഞാൻ പറയാം, ചൊവ്വാഴ്ച ദിവസങ്ങളിൽ, ഷഷ്ടി ദിവസങ്ങളിൽ, കൃത്തിക നക്ഷത്ര ദിവസങ്ങളിൽ, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ, വൈകാശി വിശാഖം, തൈപ്പൂയം, ഷഷ്ടി, മഹാസ്കന്ധ ഷഷ്ടി വരില്ലേ, അപ്പോഴെല്ലാം നമുക്ക് ചൊല്ലി തുടങ്ങാം. ഇനി അതൊന്നുമല്ല, എൻ്റെ വിഷമങ്ങൾ ഇത്രയും കൂടുതലാണ്, എൻ്റെ ദുഃഖങ്ങൾ ഒരുപാടാണ്, ഞാൻ അതുവരെയുമൊന്നും കാത്തിരിക്കാൻ എനിക്ക് സമയമില്ല, ഞാൻ ഇന്ന് തുടങ്ങട്ടെ അല്ലെങ്കിൽ നാളെ തുടങ്ങട്ടെ, ധാരാളമായിട്ട് ചൊല്ലി തുടങ്ങും. ഇന്നാണെങ്കിലും നാളെയാണെങ്കിലും കിടക്കുന്നതിന് മുന്നേ ഒന്ന് കേൾക്കുകയെങ്കിലും ചെയ്യൂ. വേൽമാറൽ മഹാമന്ത്ര ജപം ഒന്ന് കേൾക്കുകയെങ്കിലും ചെയ്തു നോക്കൂ. നിങ്ങൾ ഒരിക്കലും ആരോടും പോയിട്ട് നിങ്ങളുടെ വേദനകൾ പറയേണ്ട. മുരുക ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിൽ ഭഗവാനോട് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വേൽമാറൽ മഹാമന്ത്രം എപ്പോഴെല്ലാം മനസ്സിൽ വിഷമങ്ങൾ വരുന്നുവോ, എപ്പോഴെല്ലാം സങ്കടങ്ങൾ കൊണ്ട് കണ്ണുനീര് വന്ന് നിൽക്കുന്നുവോ ആ സമയത്ത് നിങ്ങൾ ഇത് മാത്രം ചൊല്ലൂ. ഉറപ്പായും നിങ്ങൾക്ക് മാറ്റമുണ്ടാകും.
അപ്പോൾ ആരും വിഷമിക്കേണ്ട എന്നാണ് ഞാൻ ഇവിടെ പറഞ്ഞു വന്നത്. അതിൻ്റെ ഇടയിൽ കൂടി നമുക്ക് വള്ളിമല സച്ചിദാനന്ദ സ്വാമിയുടെ കഥയും കേൾക്കുവാൻ സാധിച്ചു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചോദിക്കാം. എന്തെങ്കിലും നമ്മൾ പറയുന്ന ആ ഒരു സ്പീഡിൽ എന്തെങ്കിലും വിട്ടുപോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റായി പറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കിടേശായ നമഃ.